അസ്സലാമലൈക്കും റഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. റാഹത്തല്ലേ? അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. കുറഞ്ഞ സമയത്തിൽ കൂടുതൽ അറിവ് എന്ന മനോഹരമായ ആശയവുമായി വീണ്ടും നമ്മൾ കണ്ടുമുട്ടിയിരിക്കുകയാണ്. ഈ പ്രഭാതത്തിൽ ഇതുപോലെ ഒരുമിച്ച് കൂടാൻ ഭാഗ്യം തന്ന അള്ളാഹുവിനാണ് സർവ്വസ്തുതി. എല്ലാവരും ഹംദ് പറഞ്ഞ് അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ. കൽബ് നിറച്ച് ദുആ ചെയ്യുന്നവർ, മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുന്നവർ, ഇത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാൻ പരിശ്രമിക്കുന്നവർ എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാ. കുറഞ്ഞ സമയത്തിൽ കൂടുതൽ അറിവ് എന്ന മനോഹരമായ ഒരു ആശയമാണ് നമ്മുടെ ഈ ചാനലിലുള്ളത്. വെറുതെ നീട്ടിപ്പരത്തി പറയാതെ, നിങ്ങൾ വിലപ്പെട്ട സമയത്തെ പാഴാക്കാതെ, പറയാനുള്ള കാര്യങ്ങൾ വേഗത്തിൽ പറഞ്ഞ് ഒരു 10-12 മിനിറ്റിനുള്ളിൽ അവസാനിപ്പിക്കുന്ന ഒരു വീഡിയോയാണ് നമ്മൾ എല്ലാ ദിവസവും ചെയ്യുന്നത്. ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്, അള്ളാന്റെ റസൂല് പറഞ്ഞു, മരണപ്പെട്ട് നമ്മുടെ ഖബറിലേക്ക് കടന്നു ചെന്നാൽ ജീവിച്ചിരിക്കുന്നവർ നമുക്ക് വേണ്ടി ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ നമ്മുടെ ഖബറിലേക്ക് എത്തും. പക്ഷെ ഉമ്മമാരെ, വാപ്പമാരെ, നമ്മുടെ മക്കളോ, നമ്മുടെ ഭാര്യയോ, നമ്മുടെ ഭർത്താവോ, നമ്മുടെ കൂടപ്പുറപ്പുകളോ നമുക്ക് വേണ്ടി എന്ത് ചെയ്യുമ്പോൾ നമുക്ക് ഒരു ഗ്യാരണ്ടി ഇല്ല. നമ്മൾ ചെയ്ത് വെച്ചിട്ടുള്ള നമുക്ക് കിട്ടും. പക്ഷെ മരണപ്പെട്ടതിന് ശേഷം നമ്മുടെ മക്കൾ നമ്മളെ ഓർക്കുമോ എന്ന് പോലും നമുക്കറിയില്ല. എന്നാൽ 11 കൂട്ടം ആളുകൾ അവർ ചില കാര്യങ്ങൾ ദുനിയാവിൽ ജീവിച്ചിരുന്നപ്പോൾ ചെയ്തിട്ടുണ്ട് എങ്കിൽ ഖിയാമത്ത് നാൾ വരെ അവരുടെ ഖബറിൽ ഇങ്ങനെ പേമാരി പോലെ പ്രതിഫലം അല്ലാഹു എത്തിച്ചു കൊടുക്കുന്ന 11 വിഭാഗമുണ്ട് എന്ന് മുത്തുനബി തങ്ങൾ പല ഹദീസുകളിലൂടെ പറഞ്ഞ ആ 11 വിഭാഗത്തെ ഒരുമിച്ച് കൂട്ടിയിട്ട് ഒറ്റ വീഡിയോ ആക്കി, ഒറ്റ ഇൽമാക്കി നിങ്ങളിലേക്ക് എത്തിച്ചു തരികയാണ്. അള്ളാഹു ഭാഗ്യം തരട്ടെ. ഞാൻ വേഗം വിഷയത്തിലേക്ക് കിടക്കുകയാണ്. കുറഞ്ഞ സമയത്തിൽ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഞാൻ വിശദീകരണത്തിലേക്ക് പോകുന്നില്ല. വേഗം ആ 11 കാര്യങ്ങൾ ഏതൊക്കെയെന്ന് മനസ്സിലാക്കാം. അള്ളാഹു നമുക്ക് ആ വിഭാഗത്തിൽ പെടാൻ ഭാഗ്യം അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ ഖിയാമത്ത് നാൾ വരെ ഖബറിൽ നമുക്ക് കൂലി കിട്ടുന്ന, അള്ളാന്റെ സ്വർഗം നിർബന്ധമാകുന്ന, മലക്കുകളുടെ ശഫാഅത്ത് നിർബന്ധമാകുന്ന ആ 11 കൂട്ടം ഏതൊക്കെയാണ്? ഒന്നാമത്തെ വിഭാഗം നബി തങ്ങൾ പറഞ്ഞു, കൃത്യമായി നമസ്കരിക്കുന്നവർ. കൃത്യമായി നമസ്കരിക്കുന്നവർ, അത് അള്ളാഹുവിന്റെ ഖിയാമത്ത് നാൾ അവരവന്റെ പ്രതിഫലം അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് കിട്ടുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ തോന്നുമ്പോൾ സ്വല്ലികളാകാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ, ലുഹറുണ്ട്, അസറുണ്ട്, മഗ്രിബുണ്ട്, ഇശാ ഉണ്ട്, സുബൈയില്ല. സുബൈയുണ്ട്, ലുഹറുണ്ട്, അസറുണ്ട്, മഗ്രിബുണ്ട്, ഇശാ ഇല്ല. ലുഹറുണ്ട്, അസറുണ്ട്, മഗ്രിബുണ്ട്, സുബൈയില്ല, ഇശ ഇല്ല. അങ്ങനെ ആയാൽ പറ്റൂല. കൃത്യമായി അവ്വൽ വഖത്തിൽ തന്നെ പള്ളിയിൽ പോയി ജമാഅത്തായി നിർവഹിക്കുന്ന വാപ്പ, നിങ്ങൾ ഭയപ്പെടാനില്ല. ഉമ്മമാരെ, നിങ്ങൾ ഭയപ്പെടാനില്ല. അസ്വലാത്തു മുനാജാത്തുലില്ല. നമസ്കാരം റബ്ബുമായിട്ടുള്ള അഭിമുഖ സംഭാഷണമാണ്. ആ സംഭാഷണം, അഭിമുഖം കൃത്യമായി ചെയ്യുന്നവർക്ക് അള്ളാഹുവിന്റെ സ്വർഗമുണ്ട്. ഖബറിൽ, വിചാരണയിൽ, മീസാനിൽ, സിറാത്തിൽ ഒന്നിലും പേടിക്കേണ്ട സ്വർഗമുണ്ട്. ഖിയാമത്ത് നാൾ വരെ അവർ കണമുറിയാത്ത പ്രവാഹമുണ്ട് എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. രണ്ടാമത് മുത്തുനബി തങ്ങൾ പഠിപ്പിച്ചു, ഏതെങ്കിലും ഒരു അമൽ നിത്യമായി ചെയ്യുന്നവർ എന്ന് പറഞ്ഞാൽ, ഉദാഹരണത്തിന് ളുഹ നിസ്കരിക്കും ചില ദിവസങ്ങളിൽ, അതുപോലെ തഹജ്ജുദ് നിസ്കരിക്കും ചില ദിവസങ്ങളിൽ. അങ്ങനെ ആയാൽ പറ്റൂല. അതിന് പ്രതിഫലം ഇല്ലാന്നല്ല, ഒരു അമൽ കൃത്യമായി ചെയ്യുന്നവർ എന്ന് പറഞ്ഞാൽ, മുടങ്ങാതെ തഹജ്ജുദ് നിസ്കരിക്കുന്ന ഉമ്മ, മുടങ്ങാതെ ഹദ്ദാദ് ഓതുന്ന ഉമ്മ, മുടങ്ങാതെ യാസീൻ ഓതുന്ന ഉമ്മ, മുടങ്ങാതെ മുൽക്ക് ഓതുന്ന ഉമ്മ, മുടങ്ങാതെ വാഖ ഓതുന്ന ഏതൊരു സൽക്കർമ്മവും നിതാന്തമായി നിത്യമായി നിങ്ങൾ ചെയ്യുകയാണോ, നിങ്ങൾക്ക് ഖിയാമത്ത് നാൾ വരെ അതിന്റെ പ്രതിഫലം കിട്ടും എന്ന് പറഞ്ഞാൽ, നമ്മൾ കൃത്യമായി നമസ്കരിക്കുന്നവരാണ്. നമസ്കരിക്കുന്നു, നമുക്ക് ശാരീരികമായി ബുദ്ധിമുട്ടുണ്ട്, രോഗം വന്ന് തളർന്ന് കിടപ്പിലാണ്, നിസ്കരിക്കാൻ പറ്റുന്നില്ല എങ്കിൽ ഉറപ്പായും ഖിയാമത്ത് നാൾ വരെ അതിന്റെ പ്രതിഫലം അല്ലാഹു നമ്മുടെ ഖബറിൽ എത്തിച്ചു തരും, ഉറപ്പാണ്. അപ്പൊ അതുകൊണ്ട് ഏതൊരു കാര്യവും തോന്നുമ്പോൾ നമ്മൾ മാത്രം ചെയ്യരുത്. നമ്മൾ കൃത്യമായി ചെയ്യുന്നവരാകും. നിസ്കാരം മാത്രമല്ല, ഖുർആനോതാവട്ടെ, മറ്റ് സുന്നത്ത് നിസ്കാരങ്ങളാകട്ടെ, സ്വതക്കയാകട്ടെ, അതുപോലെയുള്ള സ്വലാത്തുകളാകട്ടെ, നല്ല കാര്യങ്ങൾ നമ്മൾ ചെയ്തു തുടങ്ങിയാൽ അത് നിർത്തരുത്. കൃത്യമായി നമ്മൾ ചെയ്യുന്നവരായാൽ അള്ളാഹു നമുക്ക് കൂലി തരുമെന്നാണ്. മൂന്നാമത്തെ വിഭാഗത്തെ പറ്റി അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, തനിക്ക് വേണ്ടി ദുആ ചെയ്യുന്ന മക്കളുണ്ടോ, ഖിയാമത്ത് നാൾ വരെ ആ മക്കളുടെ പ്രാർത്ഥന, ആ കുടുംബത്തിന്റെ പ്രാർത്ഥന നിങ്ങളുടെ ഖബറിലേക്ക് അള്ളാഹു എത്തിച്ചേരുന്നതാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ മക്കളെ ആ രീതിയിലേക്ക് കൊണ്ടുവരണം. അത് എങ്ങനെയാണ്? നമ്മൾ വെള്ളിയാഴ്ച പള്ളിയിൽ പോകുമ്പോൾ നമ്മുടെ മകന്റെ കൈ പിടിച്ച് നമ്മൾ നമ്മുടെ വാപ്പാന്റെ ഖബറിൽ പോകണം. അവിടെ പോയി ദുആ ചെയ്യും, മോനെ ഇതിന്റെ വാപ്പാപ്പയാണടാ, ഇതിന്റെ വാപ്പപ്പയാണടാ, ഇതിന്റെ ഉപ്പാപ്പയാണ്, ഉമ്മാമയാണ്, മോനെ ഞാനില്ലെങ്കിൽ പോലും നീ വന്ന് ദുആ ചെയ്യണൂട്ടാ, ഞാൻ ചില വെള്ളിയാഴ്ച ഇവിടെ കാണൂല, അല്ലെങ്കിൽ ഞാൻ മരണപ്പെട്ടു പോയി, ഈ പള്ളിക്കാട്ടിൽ വന്ന് ഈ ഖബർ നീ മറക്കല്ലേ മോനെ എന്ന് പറഞ്ഞാൽ ഉറപ്പായും നിങ്ങൾ മരണപ്പെടുമ്പോൾ നിങ്ങളുടെ ഖബറിലെ മക്കൾ വരും, നമ്മൾ പോകൂല. പിന്നെ നമ്മുടെ മക്കൾ എങ്ങനെയാണ് നമ്മുടെ ഖബറിലേക്ക് വരിക? അതുകൊണ്ട് നമ്മുടെ വാപ്പ മരണപ്പെട്ടു, നമ്മുടെ ഉമ്മ മരണപ്പെട്ടു, നമ്മൾ നമ്മുടെ മക്കളെ കൈപിടിച്ച് നമ്മുടെ ഖബറിലേക്ക് പോയിട്ടുണ്ടോ? ഒന്ന് ചിന്തിക്ക്. അതുകൊണ്ട് മക്കൾ നമുക്ക് വേണ്ടി ദുആ ചെയ്യണം. അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത്, റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ
ഖുറത അയുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. കൺ കുളിർമയാക്കണം നമുക്ക് വേണ്ടി മക്കൾ ദുആ ചെയ്താൽ, മക്കൾ മാതാപിതാക്കൾക്ക് വേണ്ടിയും മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി ദുആ ചെയ്താൽ സ്വീകരിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുന്നില്ല. അതോടൊപ്പം നാലാമത് നബി തങ്ങൾ പറഞ്ഞു സ്വദഖത്തുൻ ജാരിയ, ജാരിയായ സ്വദഖ. ജാരിയായ സ്വദഖ നമ്മൾ കൊടുത്തു, അതായത് പള്ളിക്ക് വേണ്ടി കൊടുത്തു, പള്ളിക്ക് മുസല്ല വാങ്ങി കൊടുത്തു. ആ മുസല്ലയിൽ ആളുകൾ നമസ്കരിക്കുന്നിടത്തോളം കാലം എന്തുണ്ടാകും? നമുക്കതിന്റെ പ്രതിഫലം കിട്ടിക്കൊണ്ടേയിരിക്കും. ഒരു യതീമിന് ഭക്ഷണം കൊടുത്തു, അവൻ ആ ശരീരത്തിന്റെ ആ രക്തവും ആ ഭക്ഷണം രക്തത്തിലേക്ക് ലയിച്ചു തീർന്ന് അവൻ ചെയ്യുന്ന സൽക്കർമ്മങ്ങളെല്ലാം നമുക്ക് കിട്ടും. ഒരു യതീമിന് വസ്ത്രം കൊടുത്തു, ആ വസ്ത്രം കൊടുക്കുമ്പോൾ അവൻ ഇട്ട് നമസ്കരിക്കുന്ന നമസ്കാരങ്ങളുടെ കൂലി അള്ളാഹു നമുക്ക് തരും. അപ്പൊ നമുക്ക് പ്രതിഫലം കിട്ടുന്ന ജാരിയായ സ്വതക്ക അത് കൂലിയുണ്ട്. അതുപോലെ അഞ്ചാമത് നബി തങ്ങൾ പറഞ്ഞു ജനങ്ങൾക്ക് ഇൽമ പഠിപ്പിച്ചു കൊടുക്കുക. ജനങ്ങൾക്ക് ഇൽമ പഠിപ്പിച്ചു കൊടുക്കുക. ഉസ്താദെ, ഞങ്ങൾക്കറിയില്ല. ഉമ്മമാരെ, നിങ്ങൾ ഈ കേൾക്കുന്ന വിവരങ്ങളുണ്ടല്ലോ, നിങ്ങൾ ഈ കേൾക്കുന്ന ഈ വോയിസ് ഓഫ് ഷഫീഖ് ബദരി എന്ന ചാനലിൽ കേൾക്കുന്ന ഈ അറിവുകൾ നിങ്ങൾ ഇതിന്റെ ലിങ്ക് നേരെ എടുത്ത് നിങ്ങളുടെ കുടുംബ ഗ്രൂപ്പിലേക്ക് ഇടുകയാണ്. ഇപ്പൊ വാപ്പാക്കൊരു ഗ്രൂപ്പ്, ഉമ്മമാർക്കൊരു ഗ്രൂപ്പ്, വാപ്പാപ്പമാർക്കൊരു ഗ്രൂപ്പ്, സ്കൂളിൽ 10ാം ക്ലാസ്സിന് ഒരു ഗ്രൂപ്പ്, +2 ഗ്രൂപ്പ്, 90 തികഞ്ഞ ഉപ്പാപ്പമാർക്കൊരു ഗ്രൂപ്പ്, അങ്ങനെ പല ഗ്രൂപ്പുകളാണ്. ഗ്രൂപ്പിന്റെ മേളാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ആ ഗ്രൂപ്പിലേക്ക് ഒരു ഈ ലിങ്ക് ഇടുകയാണ്. ഈ ലിങ്ക് ഇടുമ്പോൾ അതൊരാൾ കേൾക്കാണ്, അത് നമ്മൾ ഇൽമ എത്തിച്ചു കൊടുത്ത കൂലിയാണ്. അത് ഖിയാമത്ത് നാൾ വരെ നമുക്ക് ഈ ഖബറിലേക്ക് പ്രതിഫലം കിട്ടുന്ന കാര്യമാണ്. നമ്മളൊരു കാര്യം കേട്ടു, നമ്മൾ ഒരാൾക്ക് അത് പഠിപ്പിച്ചു കൊടുക്കുന്നു. ഇൽമ പഠിപ്പിച്ചു കൊടുക്കൽ അതിന് ആലിമാകണമെന്നില്ല, അതിന് മുത്തഅല്ലിമാകണമെന്നില്ല. നമുക്കറിയാവുന്ന കാര്യം നമ്മൾ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുത്താൽ അതിന്റെ പ്രതിഫലം കിട്ടും. അതിനൊരു മാധ്യമമാണ് അൽഹംദുലില്ലാ ഈ നമ്മുടെ ഈ ചാനലുകൾ. നമ്മൾ കേൾക്കുന്ന കാര്യങ്ങൾ എൻ്റെ മാത്രമല്ല, ഈ ചാനൽ മാത്രമല്ല, നമ്മൾ കേൾക്കുന്ന കാര്യങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കാൻ ശ്രമിച്ചാൽ അതിന്റെ കൂലി നമുക്ക് കിട്ടും. അതോടൊപ്പം ആറാമത് പറയുന്നു നദികൾ, പുഴകൾ, കിണറുകൾ എന്നിവ വൃത്തിയാക്കി ചെയ്തു കൊടുക്കുക എന്ന് പറഞ്ഞാൽ കിണർ കുഴിച്ചു കൊടുക്കുക. കുളം കുഴിച്ചു കൊടുക്കുന്നില്ല, വൃത്തികേടായിട്ട് കിടക്കാണ്, അത് നമ്മൾ ക്ലീൻ ആക്കി കൊടുത്തു. ഈ കിണർ കുഴിക്കാൻ നമുക്ക് പൈസയില്ല. അപ്പൊ കിണർ വൃത്തികേടായി കിടക്കുന്ന ഒരു കിണർ നമ്മളത് റെഡിയാക്കി എടുത്തു. ഒരു കുളം, അവിടെ വെള്ളമുണ്ട്, പക്ഷെ അത് ആകെ പായലും പിടിച്ച് വേസ്റ്റ് കിടക്കാണ്. അതൊക്കെ വൃത്തിയാക്കി ഉപയോഗമാക്കി എടുത്ത് നമ്മൾ ആളുകൾക്ക് കൊടുക്കാണ്. എന്നാൽ ഖിയാമത്ത് നാൾ നമുക്ക് പ്രതിഫലം കിട്ടും. ഒരു തോട്, ഒരു നദി മൊത്തം വേസ്റ്റാണ്, അത് നമ്മൾ ക്ലിയർ ആക്കി കൊടുത്തു. നമ്മൾ ജോലിക്കാരെ വെച്ച് ക്ലീനാക്കി, നമ്മൾ ക്ലീനാക്കി. ഖിയാമത്ത് നാൾ വരെ നമുക്ക് അള്ളാഹു പ്രതിഫലം തരുമെന്ന് അള്ളാഹിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുപോലെ ഏഴാമത് നബി തങ്ങൾ പറഞ്ഞു ഫലം കാക്കുന്ന വൃക്ഷങ്ങൾ നടുക. വൃക്ഷം വെക്കലാണ്, പക്ഷെ ഫലം കാക്കുന്ന, പഴങ്ങൾ കിട്ടുന്ന, ഫലങ്ങൾ തരുന്ന വൃക്ഷങ്ങൾ നമ്മൾ നട്ടുപിടിപ്പിച്ചാൽ ഉറപ്പായും അള്ളാഹു ഖിയാമത്ത് നാൾ വരെ പ്രതിഫലം കിട്ടും. നമ്മൾ വെച്ചു ഒരു മാവ്, ഒരു ചക്ക പ്ലാവിന്റെ തൈ നമ്മൾ വെച്ചു എന്ന് വിചാരിക്കുക, നമ്മൾ മരണപ്പെട്ടു. ഒരു 10 വർഷം വേണ്ടി വന്നു അത് കായ്ക്കാൻ. ഉദാഹരണം, അല്ലെങ്കിൽ 5 വർഷം വേണ്ടി വന്നു, നമ്മൾ മരണപ്പെട്ടു. ആ പ്ലാവ് അവിടെ നിന്നു, അതങ്ങനെ നിന്ന് കായ്ച്ചു. അതിൽ നിന്ന് പക്ഷികൾ കൊത്തി തിന്നു, ജനങ്ങൾ കുറെ പേര് കൊണ്ടുപോയി കഴിക്കുന്നു. അതിന്റെ പ്രതിഫലം എല്ലാം നമ്മുടെ ഖബറിൽ കിട്ടും. ആ പ്ലാവിൽ നിന്ന് അതിന്റെ കുരു എവിടെയോ വീണ് അത് പൊടിച്ചു, അതൊരു മരമായി, അത് ഇതുപോലെ പിടിക്കും. അങ്ങനെ അതിന്റെ ഒക്കെ പ്രതിഫലം നമുക്ക് കിട്ടുമെന്നാണ്. അതോടൊപ്പം അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എട്ടാമത് പറഞ്ഞു കിണറുകൾ കുഴിച്ചു കൊടുക്കുക. കിണർ കുഴിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാൽ മഹാനായ സഅദ് റളിയല്ലാഹു അൻഹു ഉമ്മ മരണപ്പെട്ടു. നബി തങ്ങളോട് ചോദിച്ചു, നബിയെ, എന്റെ ഉമ്മ മരണപ്പെട്ടു, ഞാൻ എന്താ ചെയ്യേണ്ടത്? നബി തങ്ങൾ പറഞ്ഞു, ഒരു കിണർ കുഴിച്ചു കൊടുക്ക്, അതിൽ നിന്ന് വെള്ളം ആളുകൾ കോരി കുടിക്കട്ടെ, കുളിക്കട്ടെ, അത് ഉളു എടുക്കട്ടെ, അതിന്റെ കൂലി കിട്ടുമെന്നാണ്. വെള്ളം ഉളു എടുക്കാൻ ആവശ്യമായ കുളമോ കിണറോ നമ്മൾ കെട്ടിക്കൊടുത്താൽ നമുക്ക് ഖിയാമത്ത് നാൾ വരെ പ്രതിഫലം കിട്ടുമെന്നാണ്. സമയം വേഗം നിർത്താൻ വേണ്ടി വേഗത്തിൽ പറഞ്ഞു പോകുന്നത്. 9ാമത് നബി തങ്ങൾ പറഞ്ഞു പള്ളി പണിഞ്ഞു കൊടുക്കുന്നവർ, പള്ളിക്ക് വേണ്ടി സ്ഥലം കൊടുക്കുന്നവർ. പള്ളി പണിഞ്ഞു കൊടുക്കുക. പള്ളിക്ക് വേണ്ടി നമുക്ക് ഫുള്ള് കൊടുക്കാൻ പറ്റില്ല, അപ്പോൾ ഒരു സ്ക്വയർ ഫീറ്റിന്റെ പൈസ ഞാൻ തരാം, അത് വലിയ പ്രതിഫലമാണ്. ഒരു മുസല്ലയുടെ പൈസ ഞാൻ തരാം, ഒരു കാർപ്പറ്റിന്റെ പൈസ ഞാൻ തരാം, ഒരു ഖുർആൻ ഞാൻ വാങ്ങിത്തരാം, അതൊക്കെ പ്രതിഫലമാണ്. പള്ളിക്ക് വേണ്ടി കൊടുക്കുക, സ്ഥലം വിട്ടുകൊടുക്കുക, അതൊക്കെ വലിയ പുണ്യമുള്ള കാര്യമാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 10ാമത്തത് മരണശേഷവും നമ്മളെ കുറിച്ച് നല്ലത് പറയുന്നയാളാണെങ്കിൽ ഉറപ്പായും സ്വർഗമുണ്ട്, ഖിയാമത്ത് നാൾ ഒരു പ്രതിഫലം കിട്ടും. നമ്മളൊക്കെ മരിച്ച ഇപ്പോഴെങ്കിലും തീർന്ന എന്നല്ലേ നാട്ടുകാർ ചോദിക്കുക, എന്തൊരു നല്ല മനുഷ്യനായിരുന്നു എന്ന് നിന്നെക്കുറിച്ച് നല്ലതാളുകൾ പറഞ്ഞാൽ ഖിയാമത്ത് നാൾ വരെ നിനക്ക് പ്രതിഫലം കിട്ടും. 11ാമത്തത് പറഞ്ഞു യുദ്ധത്തിന് വേണ്ടി യുദ്ധത്തിൽ പങ്കെടുക്കുകയും അതിൽ ഷഹീദാവുകയോ യുദ്ധത്തിലേക്ക് കാത്തിരിക്കുകയും മരണപ്പെടുകയും ചെയ്ത ആളുകൾ, ശുഹദാക്കൾക്ക് നാളെ ഖിയാമത്ത് നാൾ വരെ പ്രതിഫലമുണ്ട് എന്നും നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഉമ്മമാരെ, ഈ 11 വിഭാഗത്തിൽ നമുക്ക് കഴിയുന്ന വിഭാഗങ്ങൾ ജാരി എല്ലാം നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. അതിൽ ചില കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ലെങ്കിലും ഒരു 11 കാര്യങ്ങളിൽ ഒരു 8ഓ 9ഓ 5 എണ്ണമെങ്കിലും നമ്മൾ ചെയ്യാൻ പ്രാപ്തരാകണം. അള്ളാഹു ഭാഗ്യം തരട്ടെ. നമ്മൾ മരണപ്പെട്ട ആരാണ് നമുക്കുള്ളത്? ഒരാളും വരൂല. അള്ളാഹുവേ, ഈ ഞാനങ്ങ് മരണപ്പെട്ടു പോയ എൻ്റെ മക്കളോ എൻ്റെ ഭാര്യയോ എൻ്റെ കുടുംബം എനിക്ക് വേണ്ടി ദുആ ചെയ്യുന്ന ഒരൊറപ്പും ഇല്ല. എനിക്ക് ഉറപ്പുണ്ടോ? ഇല്ല. നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? ഒന്നുമില്ല. നബി തങ്ങൾ അതുകൊണ്ടാണ് ഫാത്തിമ ബിബിയോട് പറഞ്ഞത്, ഫാത്തിമ,
ഫാത്തിമ, നിനക്ക് വേണ്ടി എന്തെങ്കിലും വേണോ നീ ചെയ്തു വെച്ചോ, ഇല്ലെങ്കിൽ നിനക്ക് സ്വർഗം കിട്ടില്ല എന്ന് നബിതങ്ങൾ പറഞ്ഞെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ 11 കാര്യങ്ങളും ചെയ്യാൻ ജീവിതത്തിൽ പരിശ്രമിക്കുക. ഉറപ്പായും ഖിയാമത്ത് നാൾ വരെ അള്ളാഹു നിങ്ങളെ പ്രതിഫലം കൊണ്ട് സംരക്ഷിക്കപ്പെടുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇൻഷാ അല്ലാഹ് ഉപകാരപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. വേഗത്തിൽ പറഞ്ഞു പോയതാണ്. അള്ളാഹ് കബൂലാക്കട്ടെ. ഇൻഷാ അല്ലാഹ് സംശയങ്ങളുണ്ടെങ്കിൽ കമന്റിലൂടെ ചോദിക്കാം. അള്ളാഹു ഭാഗ്യം തരട്ടെ, അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഇതുപോലെയുള്ള കുറഞ്ഞ സമയത്തിൽ കൂടുതൽ അറിവുകൾക്കായി ഈ വോയിസ് ഓഫ് ഷെഫീഖ് ബദരി എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ഇൻഷാ അല്ലാഹ് വിനീത നേതൃത്വം കൊടുക്കുന്ന ബദറിൻ തീരം എന്നൊരു ആത്മീയ മജ്‌ലിസ് ഉണ്ട്. എല്ലാ ദിവസവും രാത്രി 9 മണിക്കാണ് ബദറിൻ തീരം എന്നാണ് മജ്‌ലിസിന്റെ പേര്. മഹാന്മാരുടെ ചരിത്രം പാടി പറഞ്ഞ് തിബ്ബുസലാത്തും അസ്മാഉൽ ഹുസ്നയും അസ്മാഉൽ ബദറൊക്കെ ചൊല്ലുന്ന മജ്‌ലിസാണ്. അള്ളാഹു ഭാഗ്യം തരട്ടെ. അതിന്റെ ലിങ്ക് താഴെ കൊടുക്കുന്നുണ്ട്. അതിലൂടെ ചാനലിലേക്ക് കയറാം. അള്ളാഹു ഭാഗ്യം തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുപാട് ആളുകൾ കമന്റിലൂടെയും നേരിട്ടൊക്കെ ദുആ വസിയത്ത് പറഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും ഖൈറും ബറക്കത്തും അനുഗ്രഹിക്കുമാറാകട്ടെ. ദുആ ചെയ്യണം. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.